എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല അടിപൊളി ഈസി സ്നാക്ക് ആണ്. എന്താണെന്ന് നോക്കണ്ടേ? നല്ല അടിപൊളി മാഗി ഓംലെറ്റ്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാഗി നൂഡിൽസ് ഒരു 40 ഗ്രാം ആണ്, 2 മുട്ട, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഉപ്പ്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞിരിക്കുന്നതാണ്, കുരുമുളക് പൊടി, ഉണക്കമുളക് ചതച്ചത്, ഓയില്, 1 കപ്പ് വെള്ളം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഫസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം ഒന്ന് നൂഡിൽസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ ആണ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് മാഗി ചില്ലി പൗഡർ തന്നെയാണ്, അത് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നൂഡിൽസിന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടി. ഇനി ഇത് ഓപ്ഷനിലാണ്. സോയാ സോസ് ഏകദേശം 1/4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് നമുക്കത് നൂഡിൽസ് തണുക്കണ വരെ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഓംലെറ്റിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ്. മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. സവാള 2 ടേബിൾ സ്പൂൺ. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ചെറിയ ഒരു ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. 1 സെക്കൻഡ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇത് നോക്കി അടിപൊളി നമ്മുടെ മാഗി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ റെസിപ്പിയായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.